ഇല്ലാത്ത കാശുണ്ടാക്കി കടിക്കുന്ന പട്ടിയെ വാങ്ങി എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ഗവർണറുടെ അവസ്ഥ. കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് ഗവർണറെയും പരിവാരങ്ങളെയും തീറ്റിപ്പോറ്റാൻ കോടിക്കണക്കിന് രൂപയാണ് ചെലവിടേണ്ടി വരുന്നത്. എന്നാൽ അതുകൊണ്ട് വല്ല ഗുണവും നമ്മുടെ നാടിനുണ്ടോ? ഇല്ലാന്ന് മാത്രമല്ല, ദോഷം ധാരാളം ഉണ്ട് താനും. കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാർ ചരിത്ര പുസ്തകങ്ങളെ കാവി പുതപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ അത് കേരളത്തിൽ നടക്കില്ലെന്ന് അവർക്കറിയാം. എന്നാൽ ആ പ്രശ്നം പരിഹരിക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെയാണ് അവരെ ഏൽപ്പിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് സർവകലാശാല സെനറ്റുകളിൽ ചാണകപ്പൊട്ടന്മാരായ ABVP-ക്കാരെ തിരികെ കയറ്റാൻ ആരിഫ് മുഹമ്മദ് ഖാൻ തീരുമാനിച്ചത്. എന്നാൽ ആ ശ്രമമാണ് കേരള ഹൈക്കോടതി തടഞ്ഞത്. SFI പിള്ളേരുടെ വലിയ പ്രതിഷേധം കൂടി ഉയർന്നതോടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. പ്രതിഷേധക്കാർക്ക് നേരെ കുരച്ചു ചാടിയ ആരിഫ് മുഹമ്മദ് ഖാൻ വിദ്യാർത്ഥികളെ ബോധപൂർവം പ്രൊവോക്ക് ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിന്റെ പേരിൽ കേരളത്തിനെതിരെ കേന്ദ്രത്തിന് റിപ്പോർട്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോഴത്തെ വീണ്ടും SFIയുടെ വലിയ പ്രതിഷേധങ്ങൾക്കിടയിൽ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ താമസിക്കണമെന്ന് വാശി പിടിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഡൽഹിയിലെ RSSന്റെ പരിപാടിയിൽ പങ്കെടുത്ത് ഇന്ന് കേരളത്തിലെത്തുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ നാളെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കും. അതിനായി കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ തങ്ങാനാണ് തീരുമാനം. സുരക്ഷാ പ്രശ്നങ്ങൾ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിച്ചിട്ടും വാശി പിടിക്കുന്ന ഗവർണർ ബോധപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന കാര്യം വ്യക്തമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഇങ്ങനെയാണ്: കലാപം വിതയ്ക്കാൻ ഗവർണറുടെ പുറപ്പാട്. തിരുവനന്തപുരം: സർവകലാശാലകളിൽ കാവ്യവൽക്കരണം നടപ്പാക്കാൻ RSSകാരെയും സംഘപരിവാർ അനുകൂലികളെയും തിരികെ കയറ്റുന്നതിന് പിന്നാലെ സംസ്ഥാനത്ത് കലാപം വിതയ്ക്കാനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നീക്കം. സമാധാനപരമായി കരിങ്കൊടി കാണിച്ച വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നത് ഈ ലക്ഷ്യത്തോടെയായിരുന്നു. തനിക്കെതിരെയുള്ള വിദ്യാർത്ഥി പ്രതിഷേധങ്ങളെ നേരിടാൻ സർവകലാശാല ഗസ്റ്റ് ഹൗസിൽ താമസിക്കാനുള്ള നീക്കവും ഈ ലക്ഷ്യത്തോടെയാണ്. സമരം ചെയ്യുന്നവരുടെ ഭാഗത്ത് നിന്ന് തനിക്കെതിരെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകണമെന്നാണ് ഗവർണർ ആഗ്രഹിക്കുന്നത്. വിദ്യാർത്ഥികളെയും യുവാക്കളെയും പ്രകോപിപ്പിക്കുന്നതിലൂടെ ഇത് സാധിച്ചെടുക്കാമെന്നും കണക്കുകൂട്ടുന്നു. ഡൽഹിയിലെ RSS പരിപാടിയിൽ പങ്കെടുത്ത ശേഷം 16-ന് കോഴിക്കോട്ടേക്കാണ് ഗവർണർ മടങ്ങുന്നത്. 17-ന് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കും. ഇതിനായി 16-ന് രാത്രി കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ തങ്ങാനാണ് ആലോചിക്കുന്നത്. പ്രതിഷേധത്തിന്റെ സാഹചര്യത്തിൽ 18-ന് കാലിക്കറ്റ് സർവകലാശാലയിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് പുനഃപരിശോധിക്കണമെന്ന് സുരക്ഷാ ചുമതലയുള്ളവർ ഉപദേശിച്ചിരുന്നു. വിദ്യാർത്ഥി പ്രതിഷേധം കനക്കുമെന്ന മുന്നറിയിപ്പ് രഹസ്യാന്വേഷണ വിഭാഗവും നൽകിയിട്ടുണ്ട്. തനിക്കെതിരെ സമരമുണ്ടെങ്കിൽ 16 മുതൽ 18 വരെ കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൗസിൽ തന്നെ താമസിക്കുമെന്ന് ഗവർണർ ഷഡിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സർവകലാശാല ഗസ്റ്റ് ഹൗസ് ഗവർണർക്കായി ബുക്ക് ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചാൽ അവർക്കിടയിലേക്ക് വീണ്ടും ഇറങ്ങിച്ചെല്ലുമെന്നാണ് ഗവർണറുടെ വെല്ലുവിളി. തനിക്ക് സുരക്ഷയൊരുക്കുന്നതിൽ സംസ്ഥാന സർക്കാരും പോലീസും പരാജയപ്പെട്ടെന്ന് റിപ്പോർട്ട് നൽകി കേന്ദ്രത്തിന്റെ ഇടപെടൽ സാധ്യമാക്കണമെന്നാണ് ഗവർണറുടെ കണക്കുകൂട്ടൽ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.